എന്താണ് അമേരിക്കൻ പാസ്പോർട്ടിന് ഇത്രമാത്രം പ്രത്യേകത? എന്തായാലും സെയിനിൻ്റെ പാസ്പോർട്ട് എക്സ്പയർ ആയതും അത് പുതുക്കാനായിട്ട് ചെന്നൈയിൽ പോയതൊക്കെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 മാസത്തിന് ശേഷം പാസ്പോർട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കോൾ വന്നിട്ടുണ്ട്. കാസർഗോഡ് കാഞ്ഞങ്ങാടുള്ള ഒരു കൊറിയർ ഓഫീസിലാണ് വന്നിട്ടുള്ളത്. അവിടെ പോയിട്ട് കളക്ട് ചെയ്യണം. അങ്ങനെ ഇപ്പോൾ ഞാനിതാ പാസ്പോർട്ട് എടുത്തിട്ട് ബസ്സിൽ തിരിച്ച് വീട്ടിൽ പോവാണ്. കുറച്ച് മാസമായി ഇതിനായിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ആ പാസ്പോർട്ട് അതിൻ്റെ ഓണർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. സെയിൻ ഇതൊന്നും അറിയാതെ ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ നാട്ടിൽ തന്നെ കോയിച്ചങ്ക് എന്ന് പറയും, കോയിച്ചങ്ക് കേക്കാണ്. എന്താണ് ഒരു അമേരിക്കൻ സിറ്റിസൺ ഇത്രമാത്രം പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് അവർക്കുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് 182 രാജ്യങ്ങൾ ഇവർക്ക് ഫ്രീ വിസയാണ്, അല്ലെങ്കിൽ ഓൺ അറൈവൽ വിസയാണ്. ഇനി അങ്ങനെ അധികാരം കേട്ടിട്ടില്ലാത്തൊരു പ്രത്യേകത കൂടെ പറയാം. നാളെ ഒരു അമേരിക്കൻ പ്രസിഡൻ്റ് ആവാൻ അല്ലെങ്കിൽ ഒരു വൈസ് പ്രസിഡൻ്റ് ആവാനും മത്സരിക്കാനുള്ള ഒരു ഇലക്ഷൻ വരികയാണെങ്കിൽ അതിൽ മത്സരിക്കണമെങ്കിൽ അവിടെ ജനിച്ച ഒരു സിറ്റിസൺ ആവണം. അങ്ങനെ ജനിച്ച് സിറ്റിസൺഷിപ്പ് കിട്ടിയ 2 പേരാണ് ഇരിക്കുന്നത്. അവർക്ക് ഇതിൻ്റെ വില അറിയാമെന്ന് അറിയത്തില്ല, എന്തായാലും വലുതാവുമ്പോൾ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.